ഹലോ ഹായ് ഗായ്സ്, റിസു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സലാലയിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് സലാലയാണ്. ഇതൊരു മൗണ്ടൻ സഫാരി ടൂറാണ്. ഇന്നത്തെ ഐറ്റിനറി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് തക്ക കാസിൽ. പിന്നെ നമ്മൾ പോകുന്നത് തക്ക ബീച്ച്. തക്ക ഒരു ഓൾഡ് സിറ്റിയാണ്. ഒരു വലിയൊരു ക്ലിഫുണ്ട്, അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല ബീച്ചിൻ്റെ വ്യൂ കാണാം. പിന്നെ വാദി ദർബാത്ത്, പിന്നെ അവിടെ സീസണൽ വാട്ടർഫാൾസ് ഉണ്ട്. അതിനുശേഷം തവി അത്തേർ സിങ്ക് ഹോൾ, പിന്നെ ജബൽ സംഹാൻ, ഹയസ്റ്റ് പോയിൻ്റ് ഇൻ സലാല എന്ന് പറയുക. 4000 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ്. അതിനുശേഷം ആൻറ്റി ഗ്രാവിറ്റി പോയിൻ്റ് ഉണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ആഫ്രിക്കയിലൊക്കെ കാണപ്പെടുന്ന ബബുവാൻ ട്രീ ഉണ്ട്. ഒരുപാട് വർഷങ്ങൾ, 100-200 വർഷങ്ങൾ പഴക്കമുള്ള മരമാണത്, ട്രീ, അത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. കറക്റ്റ് ഷാർപ്പ് 9 മണിക്ക് തന്നെ നമ്മുടെ ടൂർ ഗൈഡ് നമ്മളെ വിളിക്കാൻ വന്നു. ആളൊരു ലോക്കൽ ഒമാനിയാണ്. ആളുടെ വണ്ടിയാണിത്. ആളുടെ ഒരു ലാൻഡ് ക്രൂസറാണ്. നമ്മളിവിടെ ദുബായിലൊക്കെ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന പോലെ തന്നെയാണ്, അതേ ഒരു ഫീലാണ്. ആക്ച്വലി നമ്മൾ മാത്രമല്ല ഈ ട്രിപ്പിൽ, ഈ ജേർണിയിൽ നമ്മുടെ കൂടെ വേറൊരു ഗസ്റ്റും കൂടി ഉണ്ട്. ആളൊരു ഇറ്റാലിക്കാരനാണ്. അപ്പോൾ ആളുടെ ഹോട്ടൽ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ആളിനെ കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ പുള്ളീനെ പിക്ക് ചെയ്തു, പുള്ളിയുടെ ഹോട്ടലിൽ പോയി പുള്ളീനെ പിക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് തക്ക എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലേക്കാണ്. ഓൾഡസ്റ്റ് സിറ്റിയാണ് സലാലയിലെ. ഇവിടെ മെജോറിറ്റി ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത് ഇവിടുത്തെ മുക്കുവന്മാരും ഫിഷർമെൻസും ഫാമേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പഴയ ഓൾഡസ്റ്റ് സിറ്റിയാണ് സലാലയിൽ. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇത് ഈ കാണുന്നത് തക്ക കാസിലാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തക്ക സിറ്റി, ഓൾഡ് ടൗൺ ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ താഴത്ത് ഇതാണ് തക്ക ഗ്രാമം. ഇവിടെ മോസ്റ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് മുക്കുവന്മാരാണ്. ചെറിയൊരു സിറ്റി അല്ലേ? Old town, right? Some houses 150, some houses 200 years. Oh, 200-150 years ഒക്കെ പഴക്കമുള്ള വീടുകളാണ്. Still good. Some houses still people they live here. So all are Omanis, right? Yeah. Omanis live. Some Omani and some expat. Old houses, yeah. But still Omani. ആ പള്ളി, that mosque, it's 400 years. 450 years. 450 years old മസ്ജിദാണത്. അതിനിപ്പോൾ റിനോവേഷൻ ചെയ്ത് അതിനെ റെഡിയാക്കി എടുത്താണ്. And there is a cemetery of mother of Sultan Qaboos. Oh, cemetery. She said cemetery for Sultan Qaboos' mother. On the same place. Sayyida Mizun, yeah. And she's still, because she's from the same city. Oh. And when she was sick, she said, I want to be here. കാസിലേക്ക് കയറാനുള്ള എൻട്രി ഫീസാണ് 1 ഒമാനി റിയാലാണ്. അത് പറഞ്ഞാൽ നമ്മുടെ ദിർഹംസിൽ 10 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഗൈസ്, ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ചൂട് പറഞ്ഞാൽ ഒരു 28 to 30 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. 30 ഡിഗ്രി. നമ്മുടെ യു എയിലത്തെ ചൂടായിട്ടില്ല. ഇവിടെ മാക്സിമം 30-32 ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പോവാ ഗൈസ്. നമ്മളങ്ങനെ തക്ക കാസിൽ കണ്ടു, തക്ക ഓൾഡ് സിറ്റി കണ്ടു. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് തക്ക ക്ലിഫും തക്ക ബീച്ചുമാണ്. അവിടെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കാണാം. ഇവിടെ എന്താ പറയണെന്ന് വെച്ചാല്, നമ്മൾ ഈ സീലിൽ അറ്റത്തായിട്ട് വേറെ കളർ ബ്ലൂ കാണുന്നുണ്ടോ, അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മുടെ ഗൈഡ് പറയണത്. അവരെപ്പോഴും ഇവിടെ മീനൊക്കെ പിടിക്കാൻ വരും. അത്ര 50 കിലോ 60 കിലോ വരെയൊക്കെ മീനൊക്കെ ഇവിടെ ഉണ്ടാവും പറയുന്നത്. ഭംഗി എന്ന് പറഞ്ഞാൽ പോരാ, അത്ര ഭംഗി. നമ്മളിപ്പോൾ തക്ക ബീച്ച് കണ്ടു, തക്ക കാസിൽ കണ്ടു, തക്ക ക്ലിഫാണ്. ഈ സ്ഥലം ഇപ്പോൾ കവർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത സമയം 10-11 മണി. 3 സ്പോട്ട് കണ്ടു അല്ലേ?
നമുക്ക് പോകാൻ അടുത്ത സ്പോട്ടിൽ പോവാം. ഒമാനിൽ വന്നിട്ട് ഒമാൻ ചിപ്സ് തന്നെയാണ് ഗൈസ്. Close to you, and it is very a lot of waterfalls. Now try. You see in rainy season, ഇത് കാണുമ്പോൾ നാട്ടിൽ ഇവിടെ മസനഗുഡി പോയ പോലെ ഉണ്ട് അല്ലേ? oh, it is July, August. Oh, this green. The grass become big. Yeah. So this grass become more bigger, right? More bigger. Everybody make business here. Coffee shop, like restaurant. നമ്മളങ്ങനെ വാദി ദർബാത്ത് എത്തി. നമ്മുടെ 4ാമത്തെ സ്പോട്ടാണിത്. വാദി ദർബാത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് സലാലയിൽ. ഇത് നേരെ ഒരു മൗണ്ടൻ്റെ താഴെ നേരെ ചെറിയൊരു വാദിയുണ്ട്, ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ജൂണിൽ സീസൺ തുടങ്ങിയിട്ടില്ല. ജൂലൈ ഓഗസ്റ്റാണ് സലാലയിലെ സീസൺ എന്ന് പറയുന്നത്, പീക്ക് സീസൺ. ജൂലൈ ഓഗസ്റ്റിൽ നല്ല മഴ ഉണ്ടാവും. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഇരിക്കും. ഭയങ്കര റഷുള്ളൊരു ടൈമാണ്. എന്താ വെച്ചാൽ ആ സമയത്താണ് ഭയങ്കര ടെമ്പറേച്ചർ ഒരു 20 to 25 ആയിരിക്കും. പിന്നെ നല്ല മഴ കിട്ടും. ഈ കാണുന്ന വാദി കൂടെ കയാക്ക്, ബോട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കാണാൻ ചെറിയ വില്ല, ചെറിയ കോട്ടേജ് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത്. അതിന് കരീബ് സീസൺ എന്നാണ് അതിനെ പറയുക. മക്കളെ ഇത് വരേണ്ട സ്ഥലം തന്നെ കേട്ടോ. 10 വർഷം ദുബായിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല പറയുമ്പോൾ സങ്കടമുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇവിടെ എപ്പോഴാണ് വരെ അറിയോ? ഓഗസ്റ്റിൽ വരണം. ഓഗസ്റ്റിൽ നാട്ടിലേക്ക് ഓണത്തിന് പോകാൻ വിചാരിച്ചാണ്. അതിൻ്റെ പകരം ഞാൻ ഇങ്ങോട്ട് വരാൻ വിചാരിക്കും. 10 days അങ്ങനെ ഉണ്ടാവും. സിംഗിൾ സോളോ. ഇതെന്താ സ്വിമ്മിങ് പൂളോ? എന്താ സംഭവമല്ലേ? നീല വെള്ളമല്ലേ? ഇതൊക്കെ ഒരു മീൻ ചത്തെടുക്കണേ. ആ ഒരു സിലോപ്പിയ. ഒരു ശീലല്ലേ? വാദി ദർബാത്തിൻ്റെ ആ സ്ട്രൈറ്റ് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ടെന്നാണ് പറയണത്. ഈ നേരെ സ്ട്രൈറ്റ് ഒരു 10 മിനിറ്റ് വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കേവ് ഉണ്ട്. ഇവിടെ കണ്ടോ ബോട്ടിങ് അങ്ങനത്തെ ഇവിടെയാണ് ശരിക്കും സെറ്റപ്പ്. നമ്മളവിടെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ബോട്ടിങ്. നമുക്ക് വേണമെങ്കിൽ ബോട്ടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ആണ് പറഞ്ഞ കേവ്. ഒരു കോഫി ഷോപ്പ്. കോഫി ഷോപ്പാ. ആ കേവിനെ അവർ കോഫി ഷോപ്പാ സെറ്റപ്പിൽ കിടന്നിരിക്കുക. ഡ്രിങ്ക് കോക്കനട്ട് പറഞ്ഞിട്ട് ഓപ്പൺ അല്ല തോന്നുന്നു. 1 സീസൺ ആയത് കാരണം അതിൻ്റേതായ ഇതുണ്ട്. പക്ഷേ ഇത് വൈബ് സ്ഥലമാണ്. സായാഹ്ന സന്ധ്യകൾ അടിപൊളിയൊക്കെ. കേവ് എന്ന് പറയാൻ അത്രക്കൊന്നും ഇല്ലല്ലോ. ആ നാട്ടിൽ വന്നിട്ട് കേവ് കാണുമ്പോൾ നമുക്കത് കേവായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. കുത്തുവോ? അടിപൊളി. അപ്പോൾ നമ്മൾ വാദി ദർബാത്തിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ജബൽ സംഹാൻ. ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഇവിടെ സലാലയിലുള്ള ഏറ്റവും വലിയ മൗണ്ടനാണ്. ചെവിയൊക്കെ അറിയണു അല്ലേ? നമ്മളപ്പോൾ പുതിയ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ലഞ്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു. ഇതെന്താ വെച്ചാൽ തവാത്തിർ സിങ്ക് ഹോൾ. അത് പറഞ്ഞാൽ ബേർഡ്സ് മാത്രമല്ല, സിങ്ക് ഹോൾ പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഗുഹയല്ലേ അതാ കാണുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം ഈ തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നുള്ളത്. Muhammad, how this sinkhole was made? This one I told you in the past, people they thought this meteor star force. Like But in 1997 there is a group of Slovenian group came from Slovenia, and they go down and they make study like this. They discover this one not this one meteor. Not meteor. Cave collapse.
Cave collapse. Yeah. Oh. And it is the biggest sinkhole in Oman, and the second biggest, the deepest sinkhole In the in world? the world. Yeah. ആ The first one, വളർന്നിട്ട് ഒരു കേവ് ഉണ്ടായതാണെന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാർ വിചാരിച്ച് ഇത് ഉൽക്ക വന്ന് വീണ് കുഴിയായതാണെന്ന്. പക്ഷേ സ്ലോവേനിയയിൽ നിന്ന് കുറച്ച് ടീമുകൾ വന്നു. അവർ വന്ന് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയിത്രേ. കേവ് ഡ്രൈവേഴ്സ് ഇല്ലേ, കേവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ടീം, അവർ വന്നിട്ട് അവർ കണ്ടുപിടിച്ചത് ഇത് നാച്ചുറലായിട്ടുണ്ടായതാ കേവ് ആണെന്ന്. the rainy season, you can see around the Kamba. ശരിക്കും ഇത് ഇതാ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്, വാട്ടർഫാൾസ് ഇതാ ഈ കാണുന്നത്. മഴയുള്ള സമയത്ത് വന്നാൽ നല്ല രസമായിരിക്കും ഇത്. 200 മീറ്റർ താഴ്ചയുണ്ട് ഇത് വരെ. ശരിക്കും എനിക്ക് കാണുന്നില്ല, അങ്ങോട്ട് ഇറങ്ങിയാലാണ് കാണുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു ആ ഗുഹൻ്റെ നേരെ മുകളിൽ ഒരു ക്യാമലിനെ കാണാം. അവിടെ ഒരു ക്യാമൽ നല്ല രസമുണ്ടല്ലോ. ഇവിടുത്തെ ക്യാമറകൾക്ക് ഫുഡിനൊരു പഞ്ചല്ല. നമ്മുടെ ദുബായിലുള്ള ഒട്ടകങ്ങൾക്ക് മരുഭൂമി കൂടെ എന്ത് കിട്ടാനാ? ഇവിടെ ഉള്ള ഒരു ചാകര ഫുഡ് പറഞ്ഞ ഫുഡ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോവാണ്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ തവി എത്തായിരുന്നു നമ്മൾ ഇറങ്ങി. നമ്മളിനി നേരെ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ജബൽ സംഹാനാണ്. ഒരു മൗണ്ടൈനാണ്, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോണ വഴിക്ക് നമുക്ക് ഒരുപാട് ക്യാമൽസിനെ കാണാം. ശരിക്കും ഇതൊക്കെ ഒരു ഫാമിൽ വളർത്തുന്ന ക്യാമൽസാണ്. ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഫാമിംഗ് ആണ്. ക്യാമൽസ് ഉണ്ട്, പശുക്കൾ, പിന്നെ ആട്. അൽ ഒട്ടഹ. നമ്മൾ ജബൽ സംഹാൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ക്ലൗഡ്സിൻ്റെയും മുകളിലാണ്, മേഘത്തിൻ്റെയും മുകളിലാണ് ഇവിടുത്തെ പീക്ക്. ഈ മൗണ്ടൻ പീക്ക് എന്ന് വെച്ചാൽ 4000 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. സലാലയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് ശേഷം നമ്മളിവിടെ ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ജബൽ സംഹാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ആൾ താമസമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ മൗണ്ടൻ ലെപ്പേർഡ്സ്, മൗണ്ടൻ ഗോട്ട് ഇതിനൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. കൊടൈക്കനാലെത്തി നമ്മൾ. ഫുള്ള് മഞ്ഞില്ലേ? മേഘാണോ? സംഹാൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അവർ ലഞ്ച്. സത്യം പറഞ്ഞാൽ ഈ ടൂർ പാക്കേജിൻ്റെ ഗൈഡ് നമുക്ക് വാട്ടറും ജ്യൂസും പിന്നെ നേരത്തെ ഒമാൻ ചിപ്സൊക്കെ അവർ നമുക്ക് തന്നതാ. ഫുഡ് ഓരോ വകയാണ്, എന്താണെന്നറിയില്ല. ഫുഡ് വന്നു. ചിക്കൻ കറി, മലബാറി സ്റ്റൈൽ. നിങ്ങളെവിടെ നാട്ടിൽ? ആലപ്പുഴ. You'll take rice? Yes, just one. Okay, that's not. Thank you. ചിക്കൻ കറി കൂട്ടിയിട്ടൊരു പിടി. You'll have the curry. Guys, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. എന്താ പരിപാടി? അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ആശാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കുക. മുഹമ്മദ്, where is our next destination? We'll go to ബാബോ ട്രീ. ശരിക്കും എന്താ അറിയോ, മദഗസ്കർ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കയിലുള്ള ഒരു മരം. Best tree in the world. Yeah. And after that, we will go to Gravity Point.
അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി പോയിന്റ്. ദെൻ ദർ ഈസ് വൺ യുനെസ്കോ ഹെറിറ്റേജ് സംഹറ ആർക്കോളജിക്കൽ സൈറ്റ് ഉണ്ട്, സംഹറ ഉണ്ട്, അവിടെയും കൂടെ 3 സ്ഥലം, ടോട്ടൽ 3. അത് യുനെസ്കോ ആർക്കോളജിക്കൽ സൈറ്റാണ്. നമ്മളിപ്പോൾ ജബൽ സംഹാനിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബബ്വ ട്രീ ഉണ്ട് ഇവിടെ. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു മരമാണ്. 200-150 വർഷം പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇത് ശരിക്കും ഇത് ഫുൾ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ആ സ്പോട്ടും കൂടി. നമ്മളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ മരം എത്തി. മാഡഗസ്കറിൽ കണ്ടിട്ടില്ലേ ബൗബാത്ത്. ശരിക്കും ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു 4x4 വണ്ടി വേണമല്ലേ? ഇങ്ങനത്തെ വലിയ വണ്ടിയിലാണ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ നോക്ക്, ഇതാണ് ഈ മരം. ഇവിടെ വലുതൊന്നുണ്ട് ബാക്കിൽ. മുഹമ്മദ്, ദിസ് ഈസ് കോൾഡ് ബാബാത്ത്. Baobab tree. It's available in Kashgar and some Asian countries. Yeah. We show you the fruit. You can see the fruit like a mango fruit. Oh. Early fruit. Where is that? ഇത് ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ മരം കേട്ടോ. ചേട്ടാ ഇവിടെ ഒന്നുണ്ട്, വാ, നല്ല ക്ലിയറിൽ. ഇവിടെ മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഇതാവുന്നു. ഈ മരങ്ങൾ കുറേ വർഷങ്ങളായിട്ടാണ്. ഇത് 200 വർഷം 100 വർഷമൊക്കെ ഓരോ മരത്തിൻ്റെ പഴക്കം. ഇതെങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ? ആൾക്കാർ ഇവിടെ ബേഡ്സ് കൊണ്ടുവന്ന് സീഡില്ലേ, ദേശാടനക്കിളികളില്ലേ, അവരത് അതിൻ്റെ പഴം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ വരാനാണ് സാധ്യത. ഇവിടെ ഒരു 10-50 ട്രീസോളം ഉള്ളൂ ഇത്ര മൊത്തം ഒമാനിൽ. നമ്മൾ ബബ്വ ട്രീ ഒക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എത്താറായി. ഈ സ്ഥലത്തിന് പറയുന്നതാണ് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്. ഈ ഒരു 100 മീറ്റർ സ്ഥലമാണ് ലൊക്കേഷൻ, ഗ്രാവിറ്റീൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ കാറ് ന്യൂട്രലിൽ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ് കയറ്റം കയറി പോകും. നമ്മളൊരു വാട്ടർ ബോട്ടിൽ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ബോട്ടിൽ ഉരുണ്ട് മുകളിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ ഒരു അത്ഭുത കാഴ്ച. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോകണം. നമ്മുടെ കൂടെയുള്ള ഇറ്റലിയിൽ നിന്ന് വന്ന അപ്പാപ്പനും അതാ ബോട്ടിൽ ഉരുട്ടി കളിക്കുക. ഫുള്ള് വെള്ളം നിറച്ച ബോട്ടിലാണ്. ഇഷ്ടം പോലെ ആടുണ്ടല്ലോ. ഒരാടെ പിടിച്ചാലോ ഗൈസ്? അതൊന്നും കാട്ടില്ലല്ലോ, പാവത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ സലാല നമ്മളിന്ന് മൊത്തം കണ്ടു. ഒരു ഇതിൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ തന്നെ ഹോട്ടലിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ സലാല ട്രിപ്പിൻ്റെ അവസാനമായി. നമ്മളെന്താ ജസ്റ്റ് നമ്മുടെ ടൂർ ഗൈഡ് നമ്മളെ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ഹോട്ടലിന് മുമ്പത്ത് നിൽക്കണേ. സമയം 6 മണിയായി. നമ്മൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. ഏകദേശം എല്ലാ സ്ഥലത്തും നമ്മൾ കറങ്ങി സലാല. മഴയില്ലാത്ത കാരണം മഴയില്ലാത്ത പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ക്ലൈമറ്റ് ചൂടായിരുന്നു അല്ലേ? കുഴപ്പമില്ല, 30 ഡിഗ്രി ആണ്. നമുക്ക് ദുബായിലത്തെ ആ ചൂടില്ല കേട്ടോ. വാട്ടർഫോൾസ് കാണാൻ പറ്റും. വാട്ടർഫോൾസ് കാണാൻ പറഞ്ഞാൽ വാതിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ വാട്ടർഫോൾസ് ഡ്രൈ ആയിരുന്നു. വാട്ടർഫോൾസ് കാണണമെങ്കിൽ ജൂലൈ ഓഗസ്റ്റിൽ വരണം. ഒന്ന് പാളിപ്പോയി. പക്ഷേ വേറെ എല്ലാം നല്ല രസമായിരുന്നു അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
കിട്ടിയ ഗൈഡ് അടിപൊളിയായിരുന്നു. അതായിരുന്നു മെയിൻ അല്ലേ? അടിച്ചു പോയി അങ്ങനെ. സത്യം. ഇനി ആരും സലാല വരികയാണെങ്കിൽ നമ്മളെ ഈ ഗൈഡിൻ്റെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുക. സൂപ്പറാണ്, വെർത്താണ്. പ്രൈസും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ പ്രൈസിന് നമുക്ക് പാക്കേജ് തന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫുഡ് ഉണ്ടായിരുന്നു അല്ലേ? ഫുഡ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് സ്നാക്സ്. അപ്പോൾ എന്തായാലും നമ്മളിനി പുതിയ സ്ഥലങ്ങൾ ഇനിയും വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരെ വിശേഷം കഴിയാണ് ഇവിടെ. See you, bye bye.